ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം ചായക്കൊപ്പയിലെ കൊടുങ്കാറ്റായി എരിഞ്ഞടങ്ങും, അസ്തമിക്കും എന്ന CPMന്റെ പ്രതീക്ഷകൾക്ക് തുരങ്കം വയ്ക്കുന്ന രീതിയിലാണ് ഒരു അവലാഞ്ച് ആയി, വലിയ പെരുമഴക്കാലമായി പെയ്തിറങ്ങുകയാണ് തെളിവുകൾ. ആ തെളിവുകൾ ആരെയെല്ലാം കൊണ്ടുപോകും, ആരെയെല്ലാം കടപുഴക്കി വീഴ്ത്തും, ഇത് വലിയ ചോദ്യമാണ്. അവിടെയാണ് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ഏറെ നമ്മൾ സംസാരിച്ച ഒരു കാര്യമാണ്. മുൻ ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ഇപ്പോൾ അദ്ദേഹം മന്ത്രിയല്ല, MLA ആണ്. കഴക്കൂട്ടം നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MLA ആണ്. CPMന്റെ തലപ്പൊക്കമുള്ള തിരുവനന്തപുരത്തെ നേതാവാണ്. അദ്ദേഹത്തിലേക്ക് അന്വേഷണങ്ങൾ നീളുന്നു എന്ന കൃത്യമായ സൂചനകളാണ് വരുന്നത്. ഓൾറെഡി ശ്രീ കടകംപള്ളി സുരേന്ദ്രനോട് കാര്യങ്ങൾ ചോദിച്ചു അറിഞ്ഞു SIT. അടുത്ത പ്രാവശ്യം ഒരിക്കൽ കൂടി അദ്ദേഹത്തെ ചോദ്യം ചെയ്യലിന് വേണ്ടി അടുത്ത് തന്നെ വിളിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ജീവിക്കുന്ന തെളിവുകൾ, സംസാരിക്കുന്ന തെളിവുകൾ ദൃശ്യരൂപത്തിൽ വെളിയിൽ വരികയാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ വിഷയം. വിവാദ നായകനായ ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് അടുപ്പമില്ല എന്ന് എത്ര ആവർത്തി നെഞ്ചിൽ തൊട്ടുകൊണ്ട് പറഞ്ഞാലും അടുപ്പമുണ്ട്, വലിയ ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കുന്ന ദൃശ്യങ്ങൾ കൂടുതലായി പുറത്തു വരികയാണ്. അതുകൊണ്ടാണ് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക്, ശബരിമലയിലേക്കുള്ള സന്ദർശന മാർഗമധ്യേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് ഒന്നിലധികം പ്രാവശ്യം എത്തിയതിൻ്റെ തെളിവുകൾ വരുന്നു. അത് കടകംപള്ളി സുരേന്ദ്രൻ മാത്രമല്ല, ജില്ലാ സെക്രട്ടറി, പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയും മുൻ MLA റാന്നിയെ 4-5 പ്രാവശ്യം നിയമസഭയിൽ പ്രതിനിധീകരിച്ച ശ്രീ രാജു എബ്രഹാം MLAയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിതാവിന് എന്തോ ഉപഹാരം നൽകുന്ന ഒരു ചിത്രം. അത് വലിയൊരു ഒപ്റ്റിക്സാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം വീണ് കിട്ടിയ നിധിയാണ്. BJPക്കും UDFനും അത് വലിയ ഒരു നിധി പോലെയാണ്. പക്ഷേ അൻപേൽക്കാത്തവരില്ല കുരുക്കളിൽ എന്ന രൂപത്തിൽ UDFന്റെ സമുന്നതനായ നേതാവ്, പ്രത്യേകിച്ച് UDFന്റെ കൺവീനർ ശ്രീ അടൂർ പ്രകാശ് 2 രീതിയിൽ വിവാദ നായകനാകുന്നു. ഒന്ന്, ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്ന് അദ്ദേഹത്തിന് പറയാനാവില്ലല്ലോ. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ പെടുന്ന സ്ഥലമാണ് കിളിമാനൂർ. അവിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭവനം. സംവിധായകൻ, തൻ്റെ ഒരു വോട്ടർ അല്ലെ, താൻ പ്രതിനിധാനം ചെയ്യുന്ന വിശാലമായ ലോക്സഭാ മണ്ഡലത്തിലെ ഒരു വോട്ടർ, ഒരു ശരാശരി വോട്ടർ എന്ന നിലയിൽ മാത്രമാണോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ശ്രീ അടൂർ പ്രകാശിനുള്ള ബന്ധം? ആലോചിക്കേണ്ടതാണ്. ശ്രീമതി സോണിയാഗാന്ധി വലിയൊരു രാവണൻ കോട്ടയിലാണ് വസിക്കുന്നത് അല്ലേ. നമ്പർ 10 ജൻപത്ത് എന്ന പഴയ ഒരു രാവണമുണ്ടല്ലോ, വലിയ കോട്ടകൊത്തളമാണ്. ഇപ്പോഴത്തെ വാസസ്ഥലത്തും എത്തിപ്പെടണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കണം. ഏതെങ്കിലും ഒരു MPക്ക് നേരെ ചെന്ന് അപ്പോയിൻമെൻ്റ് എടുക്കാതെ നേരെ അങ്ങ് ചെന്ന് കാണാവുന്ന ഒരു സ്ഥലമല്ല സോണിയാഗാന്ധിയുടെ വസതി. പക്ഷേ അവിടെ ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയോ ഒരു അപ്പോയിൻമെൻറ്റ് തരപ്പെടുത്തി. സോണിയാഗാന്ധിയെ ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിന് കാണണം എന്ന ന്യായമായ ചോദ്യമാണ് CPM ഉന്നയിക്കുന്നത്. BJPയും അതേ ചോദ്യമാണ് ഉന്നയിക്കുന്നത്. അത് ന്യായം തന്നെയാണ്. കാര്യം സോണിയാഗാന്ധി, ഈ രാജ്യത്തിന് നന്മയുണ്ടാകാൻ സോണിയാഗാന്ധിയുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ചരട് കെട്ടിയാൽ നന്നാകും എന്ന ചിന്ത കൊണ്ട് ഈ രാജ്യത്തെ സേവിക്കാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇറങ്ങി തിരിച്ചതാണോ? ഇതൊക്കെ ഒരു ആലങ്കാരികമായ പ്രയോഗങ്ങളല്ലേ? അങ്ങനെയൊന്നും അല്ലല്ലോ. എന്തെങ്കിലും ഒരു കാര്യം കാണുമല്ലോ. അതിനെന്തിനാണ് ശ്രീ അടൂർ പ്രകാശിന്റെ പിൻബലം? അടൂർ പ്രകാശ് ആണോ ഈ ഇന്റർവ്യൂ തരപ്പെടുത്തിക്കൊള്ളൽ, സമാഗമം തരപ്പെടുത്തി കൊടുത്തത്? അതൊരു ചോദ്യമാണ്. അദ്ദേഹം ആണയിട്ട് പറയുന്നു താനല്ല, തന്നെ ക്ഷണിച്ചതാണ് എന്ന് പറയുമ്പോൾ അത് തെറ്റാകുന്നത് എങ്ങനെ? അപ്പം അദ്ദേഹം ആരോപണ വിധേയനല്ലല്ലോ. അന്ന് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നൊരു കാര്യമുണ്ട്. താൻ അദ്ദേഹവുമായി അടുത്തിടപെട്ടു. അദ്ദേഹം ശബരിമലയിലെ സ്ഥിര സാന്നിധ്യമാണ്, മുഖമാണ്. താൻ ദേവസ്വം മന്ത്രിയല്ലേ, മുൻ മന്ത്രിയല്ലേ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡുമായി ചേർന്ന് നിൽക്കുന്ന ഒരാളല്ലേ, വിശ്വാസിയല്ലേ? എന്തുകൊണ്ട് ആയിക്കൂടാ? എന്തുകൊണ്ട് അങ്ങനെ ഒരാളുമായി നമ്മൾ ആരോപണ വിധേയം മുഖത്ത് നോക്കി ഒരാൾ കള്ളനാണ് എന്ന് മുൻകൂട്ടി പറയാനാവുമോ? മുഖലക്ഷണം നോക്കി മാത്രം പറയാനാവുമോ? സംസാരം നോക്കി മാത്രം പറയാനാവുമോ? വിവാദത്തിൽ പെടുമ്പോഴല്ലേ അദ്ദേഹം പ്രതിസ്ഥാനത്താണ്, ഒരു കൊള്ളസംഘത്തിന് തലവൻ ആണ് എന്ന് മനസ്സിലാവുക. അങ്ങനെയല്ലല്ലോ സംഭവിച്ചത് എന്നാണ് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത്. മാത്രമല്ല,
ശ്രീമതി സോണിയാഗാന്ധിക്ക് ഒരു നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. സോണിയ തന്നെ പോലെ തന്നെ നിസ്സഹായ അവസ്ഥയിലാണ് ശ്രീമതി സോണിയാഗാന്ധി. ശ്രീമതി സോണിയാഗാന്ധി എന്തറിയുന്നു? ഇങ്ങനെ ഒരാൾ പിന്നെ കാണണമെന്ന് പറയുന്നു, ശരി, ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി എത്രയോ നേതാക്കൾ എത്രയോ പേരുമായി, കള്ളനും കൊലപാതകയും ഒക്കെ അടങ്ങുന്ന ആരൊക്കെയോ കാണാൻ വരുന്നു, അവരോടൊപ്പം ഫോട്ടോ എടുക്കുന്നു. അതെല്ലാം അർത്ഥം അവരുമായി ഒരു അന്തർധാരയുണ്ട്, ഇടപാടുകളുണ്ട് എന്നല്ലല്ലോ. പക്ഷേ സോണിയാഗാന്ധിയുടെ കാര്യത്തിൽ വേണമെങ്കിൽ അവർ പ്രധാനമന്ത്രിയല്ല, പ്രതിപക്ഷ നേതാവല്ല, കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റുമല്ല. ഇപ്പോൾ ഇത് കാണുന്ന സമയത്തും കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് അല്ല ശ്രീമതി സോണിയാഗാന്ധി. എന്നാൽ തീർച്ചയായും പ്രതിപക്ഷത്തെ വലിയ മുഖമായ കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നതയായ നേതാവാണ്. അപ്പോൾ കൃത്യമായ ഒരു ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ എന്ന രീതിയിൽ കേന്ദ്രത്തിലോ സംസ്ഥാനത്തോ ഭരണമില്ലാത്ത കോൺഗ്രസിന്റെ ഒരു നേതാവിനെ, അത് ആരുമായിക്കൊള്ളട്ടെ, സോണിയാഗാന്ധിയോ മറ്റാരെങ്കിലും ആയിക്കോട്ടെ, അടൂർ പ്രകാശോ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, അവരെയൊക്കെ സന്ദർശിച്ചുകൊണ്ട് എന്ത് പ്രയോജനം ലഭിക്കാനെന്ന ന്യായമായ ചോദ്യം നമുക്ക് ചോദിക്കാം. അത് ന്യായമായ ചോദ്യമാണ്. അതേസമയം ദേവസ്വം ബോർഡ് മന്ത്രി അങ്ങനെയല്ല, ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ അങ്ങനെയല്ല, ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയല്ല, തന്ത്രി അങ്ങനെയല്ല. അവരുടെയൊക്കെ അറിവും സമ്മതവും ആവശ്യമാണ്. സ്വർണ്ണക്കൊള്ള നടക്കണമെങ്കിൽ അത് ഘടനാപരമായ മാർഗത്തിലൂടെ മാത്രമേ നടക്കൂ. ആരും അറിഞ്ഞില്ല കൈമൽ നടത്തിയിട്ട് കാര്യമൊന്നുമില്ല. അത് ഇവരെല്ലാം അറിഞ്ഞെങ്കിലേ ഉള്ളൂ. ഉദ്യോഗസ്ഥ വൃന്ദം അറിയാതെ ഒന്നും നടക്കില്ല. ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഇത് സംരക്ഷിക്കാനുള്ള, ഈ തിരുവാഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഗവൺമെന്റിന്റെ ചുമതലക്കാരായ ആളുകൾ ഉദ്യോഗസ്ഥന്മാർ അറിയാതെ നടക്കില്ല. അത് മാത്രമല്ല, ദേവസ്വം ബോർഡ് അംഗങ്ങൾ മിനിറ്റ്സ് ബുക്കിൽ രേഖ വെച്ച് കൃത്യമായി ചാർത്തിയാലല്ലേ ഒരു കാര്യം പുറത്തു കൊണ്ടുപോകാനാവൂ. ഈ ദേവസ്വം ബോർഡിലെ അംഗങ്ങൾക്ക്, ഒരു പ്രസിഡന്റും 2 അംഗങ്ങളും, ഇവർക്കറിയാത്തതാണോ അവിടെ കാര്യമായ സ്വർണമുണ്ട്, വിജയ് മല്ലയ്യ പൂശിയ സ്വർണം ഉണ്ട്, അത് അതിൻ്റെ കൃത്യമായ കണക്കുകളും ഉണ്ടല്ലോ, അത് സ്വർണം പൂശിയ ചെമ്പ് പാളികളാണ് എന്ന് അറിയാത്തവരല്ലല്ലോ. കൃത്യമായ ആസൂത്രണത്തോടുകൂടി തന്നെയാണ് അത് വെട്ടി എഴുതിയത്. അവർക്ക് ആ ധൈര്യം, ഇവിടെയാണ് സാഹചര്യം, അവർക്ക് ആ ധൈര്യം എങ്ങനെ വരുന്നു? ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലെ ഒരു കാര്യം, തീക്കട്ടയിലാണ് ഉറുമ്പരിക്കുന്നതെന്ന് ഓർക്കണം. ഈ ഉറുമ്പ് ഭസ്മമായി പോകാതെ ഇരിക്കണമെങ്കിൽ ഉന്നതനായ ഒരാൾ, ദൈവതുല്യനായ ഒരാൾ സംരക്ഷണ കവചമൊരുക്കണം, കവച കുണ്ഡലമൊരുക്കണം. അതാരാണ് ആ ദൈവതുല്യനായ ആളാർ? അതാണ് വലിയ ചോദ്യം. 2 പേരിലേക്കാണ് ആ ഒരു ദൈവതുല്യൻ എന്ന CPM ജില്ലാ കമ്മിറ്റി മെമ്പർ കൂടിയായ പത്മകുമാർ, മുൻ MLA, കോന്നി MLA ആയ പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ ആര് എന്നതായിരുന്നു കേരളം അന്വേഷിച്ച ആൾ. ഇപ്പോഴും ആ ദൈവതുല്യൻ എന്ന് ആരെന്ന് ശ്രീ പത്മകുമാർ പറഞ്ഞിട്ടില്ല. പക്ഷേ ദൈവതുല്യൻ, ദൈവത്തിന്റെ പ്രതിപുരുഷൻ കൂടിയായ, അല്ലെങ്കിൽ പിതൃസ്ഥാനീയൻ കൂടിയായ ശ്രീ അയ്യപ്പന്റെ പിതൃസ്ഥാനീയൻ എന്ന രീതിയിൽ അറിയപ്പെടുന്ന തന്ത്രി കണ്ഠര് രാജീവര്, അദ്ദേഹം അറസ്റ്റിലായി. അദ്ദേഹം ബലിയാടായതാണ് എന്ന് വിശ്വസിക്കുന്ന ചിലരുണ്ട്, ബലിയാടാക്കിയതാണ് എന്ന് വിശ്വസിക്കുന്ന ചിലരുണ്ട്, അദ്ദേഹത്തെ നോട്ടപ്പശ കൊണ്ട് സംഭവിച്ചതാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതുകൊണ്ട് കേരള സമൂഹം 2 തിരിഞ്ഞിരിക്കുന്നു. BJP ഉൾപ്പെടെയുള്ള കക്ഷികൾ ഒരുപക്ഷെ തന്ത്രിയെ മാത്രം ഇംപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് രാഷ്ട്രീയക്കാരെ, ഉദ്യോഗസ്ഥന്മാരെ വെറുതെ വിടുന്ന വെള്ളപൂശുന്ന നിലപാടിനോട് യോജിക്കുന്നില്ല. കോൺഗ്രസിന്റെ നിലപാട് തന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും ഉദ്യോഗസ്ഥനാണെങ്കിലും അവർ ഒരുപോലെ റെസ്പോൺസിബിൾ ആണ്, അത് അന്വേഷിച്ചേ പറ്റൂ എന്നാണ്. CPMന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരുപക്ഷെ കൂടുതൽ താന്ത്രിക വിദ്യ ഉള്ള ആളുകൾ, അവരുടെ അറിവ്, സമ്മതം, അവരാണല്ലോ പ്രശ്നം വെക്കുന്നത്, അവരാണല്ലോ ചില സജഷൻസ് കൊടുക്കുന്നത്, അതനുസരിച്ച് കാര്യങ്ങൾ നീക്കാൻ മാത്രമല്ലേ ഭരണസമിതിക്ക് കഴിയൂ. ഒരുപാട് ആചാരങ്ങളുടെ കാര്യത്തിലും അനുഷ്ഠാനങ്ങളുടെ കാര്യത്തിലുമൊക്കെ പന്തളം രാജകുടുംബം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്ത്രി കുടുംബം ഒക്കെ അവസാന വാക്കാണത്. പാർട്ടിക്കാരല്ല, രാഷ്ട്രീയക്കാരല്ല. ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് താന്ത്രിക വിദ്യയെക്കുറിച്ച് എന്തറിയാം? അല്ല എങ്കിൽ അതിൻ്റെ ആചാരങ്ങളെക്കുറിച്ച് അന്തിമ തീർപ്പ് കൽപ്പിക്കുന്നത് ദേവസ്വം ബോർഡ് അല്ലല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ന്യായം പറഞ്ഞുകൊണ്ട് ഇതെല്ലാം തന്നെ തന്ത്രിയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കമാണോ നടക്കുന്നത്? അപ്പൊ മന്ത്രിയെ രക്ഷിക്കാൻ ഇപ്പോഴത്തെ മന്ത്രി ശ്രീ വാസവനെയും മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, ദേവസ്വം ബോർഡിന്റെ മന്ത്രിമാരാണ്, രക്ഷിക്കാനായി തന്ത്രിയുടെ മേൽ ചാരിയതാണോ എന്ന ആരോപണം. അവിടെയാണ് ദേവതുല്യൻ, വലിയ ആള് എന്ന രീതിയിൽ വരുന്ന കിങ് പിൻ കടകംപള്ളി സുരേന്ദ്രൻ ആണ് എന്ന് പറയാൻ എൻ്റെ കയ്യിലോ നിങ്ങളുടെ കയ്യിലോ കൃത്യമായ തെളിവുകളില്ല. ഇത് സാഹചര്യം മാത്രമാണ്. പക്ഷേ അന്വേഷണം എന്ന് പറയുമ്പോൾ സംശയിക്കുന്ന എല്ലാവരുടെയും നേരെ അന്വേഷണത്തിന്റെ കുന്തമുന പോകേണ്ടതല്ലേ? അല്ല എങ്കിൽ നിഷ്പക്ഷമായി ചിലരെ മാത്രം ഒഴിവാക്കിക്കൊണ്ട്, ഇപ്പോൾ തന്നെ ചില ദേവസ്വം ബോർഡ് അംഗങ്ങളെ ഈ അനാരോഗ്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കിയതിനെക്കുറിച്ച് കോടതിയുടെ ഭാഗത്തു നിന്ന്
ശക്തമായ വിമർശനം ഉണ്ടായതുകൊണ്ടാണല്ലോ അവസാനം അറസ്റ്റ് ചെയ്യേണ്ടി വന്നതും ഒക്കെ. എന്നാൽ എന്തുകൊണ്ട് ഇതൊന്നും കടകംപള്ളി സുരേന്ദ്രൻ എന്ന മുൻ ദേവസ്വം മന്ത്രിക്ക് ബാധകമാകുന്നില്ല? അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്ത് നടന്ന കാര്യങ്ങളാണ്. എന്നാൽ പ്രഥമ ദൃഷ്ടിയ വേണമെങ്കിൽ പറയാം, മന്ത്രി അറിഞ്ഞുകൊള്ളണമെന്നില്ല. ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിൽ എന്താണ് നടന്നത് ഇത് മന്ത്രി അറിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ ഇതേക്കുറിച്ച് മന്ത്രി ധാർമ്മികമായ ചുമതല എങ്കിലും ഏറ്റെടുക്കേണ്ടതാണ്. തൻ്റെ കാലഘട്ടത്തിൽ തീവട്ടുകൊള്ള ശബരിമലയിൽ നടന്നു എന്നത് കോടതി വിധി വരുന്നതിന് മുൻപ് തന്നെ നമുക്കറിയാവുന്ന മഹാസത്യമാണ്. അവിടെ കൊള്ള നടന്നു, കൃത്യമായി സ്വർണം മോഷ്ടിച്ചു. അതിൻ്റെ ഔൺസ് തിരിച്ചുള്ള കണക്കുകൾ വ്യക്തമായി വന്നിട്ടില്ല, അത് ഊഹക്കണക്കുകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. പക്ഷേ സ്വർണം നഷ്ടപ്പെട്ടു എന്നതും അത് മനഃപൂർവ്വമായി നഷ്ടപ്പെടുത്താൻ വഴി ഒരുക്കിയത് ആരെന്നും ഒരു സൂചന ലഭിച്ചു. അത് തീർത്തും അസാന്നിധ്യമല്ല. ഇത് കേവലം രാഷ്ട്രീയ പ്രേരിതമായ ഒരു ആരോപണം മാത്രമായി അതിനെ തള്ളിക്കളയാനുമാവില്ല. അങ്ങനെയെങ്കിൽ ഈ തെളിവുകൾ, ഉണ്ണികൃഷ്ണൻ പൊറ്റിയുമായുള്ള ബന്ധം, മറ്റു ചില ആളുകളുമായുള്ള ബന്ധം, ഇനി വരാൻ ഒരുപക്ഷെ ഇരിക്കുന്ന ചില സംഭാഷണങ്ങൾ നന്നായി ഇട്ടിച്ച് പിടിഞ്ഞൊന്ന് അന്വേഷിക്കട്ടെ അന്വേഷണ സംഘം. മണി പോലെ ഉണ്ണികൃഷ്ണൻ പൊറ്റിയും മറ്റ് അറസ്റ്റിലായവരും കാര്യങ്ങൾ പറയും. അവർക്ക് പുറം ലോകം കാണാൻ അവസരം ലഭിക്കണമെങ്കിൽ ഉള്ള കാര്യം തുറന്നു പറഞ്ഞെങ്കിലേ പറ്റൂ എന്നാണെങ്കിൽ ചിലപ്പോൾ ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ അവർ പറഞ്ഞെന്നിരിക്കും. അപ്പോൾ സ്വാഭാവികമായും പ്രതിക്കൂട്ടിലാകുന്നത് ഇനി പറയാനുള്ളത് ഇങ്ങനെ ഉന്നതന്മാരുടെ പേരുകളാണ്. അങ്ങനെ ഉന്നതന്മാരുടെ പേരുകൾ പറഞ്ഞാൽ CPM എന്താണ് കടകംപള്ളി സുരേന്ദ്രൻ എന്താണ് സംഭവിക്കുന്നത് എന്നത് വലിയൊരു ചോദ്യചിഹ്നമല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മണ്ഡലത്തിലെ MLA ആണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരുപക്ഷെ പാർട്ടി എന്തെങ്കിലും സൂചന ഉണ്ടെങ്കിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കാൻ 2 ടേം നിബന്ധനയൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ക്ലീനായി മാറ്റി നിർത്താമല്ലോ. കഴക്കൂട്ടത്ത് ഒരുപക്ഷെ പ്രശാന്തോ മറ്റാരെങ്കിലും കഴക്കൂട്ടത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. CPM വിജയ സാധ്യതയുള്ള ഒരു മണ്ഡലം കൂടിയാണല്ലോ. BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലം കൂടിയാണ് കഴക്കൂട്ടം എന്ന് ഓർക്കണം. തിരുവനന്തപുരത്തെ BJPയുടെ സ്റ്റാർ മണ്ഡലമാണ് കഴക്കൂട്ടം. അതവിടെ നിൽക്കട്ടെ, ഒരു വ്യക്തി. പക്ഷേ ഇതുണ്ടാക്കുന്ന ദേവസ്വം ബോർഡ് മന്ത്രി ഇൻവോൾവ് ആണ് എന്ന് ഏതെങ്കിലും രീതിയിൽ ഒരു അറസ്റ്റ് ഉണ്ടാകണമെന്നില്ല. എന്തെങ്കിലും ഒരു ചാർജ് ഷീറ്റ്, FIR കടകംപള്ളിക്കെതിരെ ഉണ്ടാവുകയാണെങ്കിൽ CPMന്റെ അവസാന പ്രതിരോധവും ഇളകി വീഴും. പിന്നെ ഒരു സംരക്ഷണവും അവിടെ ബാധകമല്ലാതെ വരും. അതുകൊണ്ട് ഈ അടുത്ത 3 മാസം അതീവ നിർണായകമാണ്. നൗ CPM is playing a delaying tactics. അവിടെയാണ് മോദിയുടെ വരവ് പ്രാധാന്യം അർഹിക്കുന്നത്. BJPക്ക് അറിയാം തങ്ങൾക്ക് they missed more than one bus. അത് പോയി കഴിഞ്ഞു. ആദ്യ ബസ് പോയി, 2ാം ബസ്സും പോയി. എന്താണ് പറഞ്ഞു വരുന്നത്? ശബരിമല പ്രക്ഷോഭം ആചാര സംരക്ഷണ സമയത്ത് ആളിക്കത്തിച്ചതുപോലെ അതിനേക്കാൾ ഗംഭീരമായി ആളിക്കത്തിക്കാൻ കിട്ടിയ സുവർണ അവസരമാണ് ഭാരതീയ ജനതാ പാർട്ടി പാഴാക്കി കളഞ്ഞത്. ഏതാണ്ട് ഫുൾ ക്രെഡിറ്റ് കൊണ്ട് കോൺഗ്രസ് പോയി നീങ്ങുന്നു എന്ന് വന്നപ്പോഴാണ് വൈകിയെത്തിയ ശ്രീ അമിത് ഷാ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം വൈകിയെത്തിയ വികാരമാണ് ആഞ്ഞടിക്കണം ശബരിമല വിഷയത്തിൽ. മറ്റാരേക്കാളും ആഞ്ഞടിക്കാനുള്ള ആർജവം BJPക്കുണ്ട്. കാരണം BJPയുടെ ഒരു നേതാവും ഈ വിഷയത്തിൽ പ്രതിക്കൂട്ടിലായിട്ടില്ല. ഈ വിഷയത്തിൽ പല വിഷയങ്ങളിലും പ്രതിക്കൂട്ടിലായ നേതാക്കന്മാരുണ്ട്. പക്ഷേ ശബരിമല വിഷയത്തിൽ BJP ഭരണത്തിലല്ലല്ലോ, കേരളത്തിൽ ദേവസ്വം ബോർഡുമായി ഒരു ഇടപാടുമില്ലല്ലോ. അങ്ങനെയെങ്കിൽ BJPക്ക് ആഞ്ഞടിക്കണം, അതാണ് തീരുമാനം. അങ്ങനെയെങ്കിൽ ചിലപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ CBI അന്വേഷണത്തിലേക്ക് ഈ വിഷയം അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരാഴ്ച 1-2 മാസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പിന് മുൻപ് ഇത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും കേന്ദ്രത്തിനൊരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പുത്തരിക്കണ്ണ മൈതാനത്ത് വന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും ആർജവമുണ്ടെങ്കിൽ കേന്ദ്രത്തിന്റെ അന്വേഷണ ഏജൻസിക്ക് തീരുമാനിക്കാം. SITക്ക് ഒരു പരിധി കടന്നു പോകാനാവില്ല. നമുക്കറിയാം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് സംസ്ഥാന ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരും പോലീസും ഒക്കെ തന്നെയാണ് അവർക്ക് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ അത് SITയിൽ ഒതുക്കുക, കേന്ദ്രത്തിന്റെ ഒരു ഭയപ്പാടുണ്ടാക്കുന്ന രീതിയിൽ ചില ED അന്വേഷണം. കാരണം കണക്കിൽ കവിഞ്ഞ സ്വത്ത് ഇവരുടെ എല്ലാം കയ്യിൽ കാണും. ഈ കണക്കിൽ കവിഞ്ഞ സ്വത്ത് ശബരിമലയിൽ നിന്ന് തന്നെ വന്നതാണോ എന്നതൊക്കെ നിശ്ചയിക്കാൻ മാസങ്ങളും ഒരുപക്ഷെ വർഷങ്ങളും എടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ED അന്വേഷണം ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങാനാണ് സാധ്യത. മുൻകാലങ്ങളിലും ശ്രീ പിണറായി വിജയനെതിരെയൊക്കെ എത്രയോ അന്വേഷണങ്ങൾ വന്നതാണ്. ED ഒരു സ്റ്റേജ് വരെ പോകും, ഭയപ്പെടുത്തി നിർത്തും, എന്നിട്ട് പയ്യെ മെല്ലെപ്പോക്ക് തുടങ്ങും. പക്ഷേ CBI അങ്ങനെ ആകണമെന്നില്ല. CBI അന്വേഷണം സമയബന്ധിതമായി നടക്കുകയാണെങ്കിൽ തീർച്ചയായും CPMന് വൻപൻ പ്രതിരോധമാകും, വൻപൻ ഭീഷണിയാകും അത് എന്നതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ശ്രീ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്ന അവസാന നിമിഷങ്ങളാണ് ഇത്. ആ പ്രതിരോധം ഭേദിച്ചുകൊണ്ട് ഒരുപക്ഷെ കേന്ദ്ര ഏജൻസികൾ എത്തിക്കഴിഞ്ഞാൽ
കളി മാറും കട്ടായം.